പഴം ചിലതിൽ മാതള നാരങ്ങ എന്നൊക്കെ പറയും എറണാകുളം സൈഡിലൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും കേട്ടോ. ചെറിയ പീസാണേ. ഇത് തൊട്ടൽപ്പോൾ വിവരം അറിയും. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ചോറാണത്. അത് തീക്കണ്ടിട്ടുക. ഗായ്സ് നമ്മളങ്ങനെ കേരളത്തിൽ എത്തിട്ടോ. ഇതിൻ്റെ ഒരു പങ്കാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ലോറി, ഒരു ലോറിയിലൊന്നും തികയില്ല. ആ ലോറിൻ്റെ ഫ്രണ്ട് ഭാഗം മുതൽ ഒരു 100 മീറ്റർ എങ്ങാനും എന്തായാലും ഉണ്ടോ. ഹായ് എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അറിയോ കർണാടകയിലാണ് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ കർണാടകയിലെത്തി. പിന്നെ കർണാടകയിൽ പെട്രോൾ 102 രൂപയാണ്. പക്ഷേ അത് ഓർമ്മയില്ലാതെ അതായത് അതിർത്തിയല്ല, ബോർഡറിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നേ മഹാരാഷ്ട്രയിൽ നിന്ന് 106 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടോ. അമ്പ നഷ്ടമായി പോയി. അമ്പ നഷ്ടം പറഞ്ഞാൽ നമ്മളൊരു 5 ലിറ്ററോളം അടിക്കും. പിന്നെ 4 രൂപ വെച്ച് 1 ലിറ്റർ ഒന്നും പോയി. ഇവിടെ 102 ഉള്ളൂ, അവിടെ 106 ആണ്. 106 108 എങ്ങാനാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ട്രാക്ടറിൻ്റെ ഒക്കെ സൈസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ട്രാക്ടർമാരില്ല കേട്ടോ. ഇതിൽ ഫുള്ള് കരിമ്പ കൊണ്ടുപോവുക. കരിമ്പാണ് മെയിൻ ഐറ്റം വല്ല കൊണ്ടുപോകണത്. ഈ ബാക്കത്തെ വണ്ടിക്കൊന്നും ഒരു ഇതുമില്ല. ഇവിടെ നിയമമൊക്കെ സപ്പോർട്ടാണ്, തിരക്കുകളില്ല കേട്ടോ. ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇത് ഫുള്ള് കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലെ പോലെ കുറച്ച് സാധനം ലോഡ് ഏറെ കയറ്റിയാലൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം ഇവിടെ ജീവിക്കുന്നത് കൃഷി കൊണ്ടാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല, നമ്മൾ ഇന്ത്യ കംപ്ലീറ്റ് കൃഷി കൊണ്ടാണ് ജീവിക്കുന്നത്. കൃഷിക്കാരില്ലെങ്കിൽ ഇന്ത്യയൊക്കെ കട്ടപ്പുറത്താവും കേട്ടോ. കൃഷിക്കാർ, പട്ടാളക്കാർ അതൊക്കെ തന്നെയാണ് മെയിൻ. നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ചായക്കടയിലാണുള്ളത്. പെട്രോൾ അടിച്ചാൽ കയറി കേട്ടോ പമ്പക്ക്. ഇന്നലെ രാത്രി പള്ളിയിലാണ് കടന്നുറങ്ങിയത്. പിന്നെ ചായ അത് അടിപൊളി ചായ ഉണ്ട് കേട്ടോ. ഇവിടെ ചായ ഗ്ലാസ് നമ്മളെ നാട്ടിലെത്തുന്ന വരെ ചായ ഗ്ലാസ് ചെറുതേക്കാറ്. എല്ലാ നാട്ടിലും ചെറുത് തന്നെ കേട്ടോ. പിന്നെ എന്താ കടി ബിസ്ക്കറ്റ് തന്നെ ഉള്ളൂ കേട്ടോ കടിയായിട്ട്. ഗായ്സ് നമ്മളങ്ങനെ കേരളത്തിൽ എത്തിട്ടോ. ഇത് കണ്ടൊരു കേരള ലുക്കില്ലത്. പക്ഷെ അത് കേരളത്തിലല്ല കേട്ടോ, അത് കർണാടകയിലാണ്. ഇവിടെ ഇപ്പോൾ നെൽകൃഷി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് കേട്ടോ. അത് ഞാറാണ് കേട്ടോ സംഭവം. ഇത് പറിച്ചിട്ട് വേറെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ വേറെ കുഴിച്ചിട്ടുണ്ട്. അതാണ് ഞാറ് നടാറാണ് സംഭവം കേട്ടോ. നമ്മുടെ നാട്ടിലെ അരിയൊന്നും അല്ല കേട്ടോ. പാലക്കാടൻ മട്ടയൊന്നുമല്ല, ഏതോ ബിരിയാണി റൈസാണ്. പിന്നെ അവിടെ ഒരു ട്രെയിനൊക്കെ പോയിട്ട്, ഒരു ചരക്ക് ട്രെയിനൊക്കെ പോയി ഇവിടുന്ന് ലാസ്റ്റ് കുറച്ച് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ വെച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളൊന്നും കിട്ടണില്ല. ഒന്നാമത് ഇപ്പോൾ എന്താ അറിയില്ല, സീസണല്ല. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്നറിയോ, കർണാടകയിലെ ഒരു വിൻഡ് മില്ല് തോട്ടത്തിലാട്ടോ. ആകെ മില്ലാണ് ഇവിടെ എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ലോങ്ങിൽ ഇത്ര കാലം കണ്ടിട്ടുള്ളൂ, എടുത്തുനിന്ന് കണ്ടോളൂ. ഇതാണ് സംഭവം. ആ ലോക്കിൻ്റെ അവല് കഴിഞ്ഞാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പങ്കാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ലോറി, ഒരു ലോറിയിലൊന്നും തികയില്ല. ആ ലോറിൻ്റെ ഫ്രണ്ട് ഭാഗം മുതൽ ഒരു 100 മീറ്റർ എങ്ങാനും എന്തായാലും ഉണ്ട്. 100 മീറ്റർ അതിന് മേലെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ വണ്ടിയോട് നേരത്തെ വിൻഡ് മില്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയെ പെട്രോൾ പമ്പിൽ നിന്ന് കണ്ടിരുന്നു. അവന്ന് ക്യാമറ ഓണാക്കാൻ പറ്റിയില്ല. പത്തനംതിട്ടയുള്ള ഒരാളാണെന്ന് പറഞ്ഞു. വിൻഡ് മില്ലിലേക്ക് എന്തോ കൊണ്ടുപോവാണ്, പെട്രോളോ ഡീസലോ എന്തോ കൊണ്ടുപോകണ്ടോ. ഇതിൻ്റെ മേലെ കയറാനുള്ള സ്റ്റെപ്പാണ്. ഇവിടെ തന്നെ ഉണ്ടോ ഹൈവേ. നമ്മളിതിൻ്റെ എടുത്തുനിന്നുള്ള കാഴ്ച ഇവിടുന്ന് ഈ പങ്ക കറങ്ങണ കാറ്റിങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. ആ പങ്കൻ്റെ ഭയങ്കര സൈസാണ് കേട്ടോ. അത് ഗോപ്രോയിലിപ്പോൾ വൈഡായതുകൊണ്ടാണ് ഇത് ഫുള്ള് കംപ്ലീറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ ക്യാമറയിലൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. അത്രക്കും സൈസ് ഉണ്ട്. ഇത് കുറേ കാലത്തിന് ശേഷം കാറ്റ് കൂടിയിട്ട് മറിഞ്ഞ് വീണ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഇവിടെ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലത്തെ കോടിക്കണക്കിന് പൈസ ആണതിന്, ലക്ഷക്കണക്കിനോടൊന്നും കിട്ടില്ല കേട്ടോ. ബമ്പർ റേറ്റാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. ഇത് പിന്നെ അത് സ്വകാര്യ വ്യക്തികളുടെ ആണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇതിനെപ്പറ്റി അറിയുന്നവരെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി. ഇത് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഗായ്സ് നിങ്ങൾ ഈ കാണുന്നൊരു പത്തനിച്ചോറാണ് കേട്ടോ. ചുവന്ന മുളക് ബജ്ജി, പച്ചമുളക് ബജ്ജി, പിന്നെ ഒരു ചോറ് കേട്ടോ. 30 റുപ്യാണ് ഈ പ്ലേറ്റിന് വരുന്നത്. കടലൊക്കെ ഉണ്ട്, പിന്നെ ചട്നി ഉണ്ട്. കൂട്ടി കഴിച്ചോരോ കേട്ടോ. എന്താ അവസ്ഥ, രസമുണ്ടോ? നോക്കട്ടെ.
नाम सिद्धगंगा. എല്ലാം ഇങ്ങനെ ഇருக்கு സിദ്ധഗംഗ ടീ സ്റ്റാൾ. എന്തായാലേ ഇയാളൊക്കെ ഗൂഗിളിൽ ഫേമസ് ആണ് കേട്ടോ, ഫേമസ് ആള്. അപ്പോൾ നമ്മൾ ചായ അടിച്ചാൽ കയറി കേട്ടോ, കർണാടകയിലാണുള്ളത്, നേരെ മൈസൂർക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ പിടിക്കാൻ കയറിയപ്പോൾ ഗൂഗിളൊക്കെ ഇങ്ങനെ കളിച്ചു കൊടുത്തപ്പോൾ ഗൂഗിൾ എങ്ങനെ വഴിയൊക്കെ നോക്കി പോകണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരെ കടൻ്റെ പേരൊക്കെ ഉണ്ട്. ഇത് യൂട്യൂബിൽ വരും, യൂട്യൂബിൽ മൊബൈലിൽ യൂट्यूब तरीमा हाँ फोन नहीं. कोई इधर हिंदी मालूम है आपको? थोड़ा थोड़ा. अब ना बोले क्या नाम क्या है? सुफियान. सुफियान. सुफियान फ्रॉम आप घर किधर है? सर्कल. सर्कल. जगह का नाम क्या है? किरंगूर. किरंगूर. हाँ. ഗായ്സ് ഇത് സുഫിയാനാണ് കേട്ടോ. സുഫിയാനെ നമ്മൾ വന്നിട്ട് നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, റൈഡറാണോ അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മളൊരു പള്ളിയിൽ നമസ്കരിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞ് ഇമാമ് വരും ഈശാന ടൈമിൽ. ഇപ്പോൾ ഏകാലായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഹിന്ദി മാലൂം है? इधर पूरा छोटा बच्चे की हिंदी मालूम है? किसे? उनको मालूम वो उधर खड़ा है देखो. स्कूल में हिंदी है पूरा? नहीं, मैं अकेला और अकेला 4 जन ही. हाँ हाँ हाँ. आप कितनी क्लास में? स्कूल फिफ्थ. 5. अच्छा. स्कूल किधर है? वो बाबरन कपलो. हाँ गवर्नमेंट हायर प्राइमरी स्कूल. अच्छा. बाबरन कपल. സെക്കൻഡ് നല്ല വിദ്യാഭ്യാസം വിവരമുണ്ട് കേട്ടോ, ചെറിയ ആളൊന്നും നോക്കണ്ട. अभी यूट्यूब में चल जाता क्या ये? अभी यूट्यूब नहीं है, कल शाम को 5 बजे में. अभी हम वीडियो रात में एडिट करने के बाद അപ്ലോഡ് കരേഗ യൂട്യൂബ് में. ഗൈസ് നമ്മളിത് രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ദേ ഒരു കടയുടെ മുമ്പിൽ ഇങ്ങനൊരു മരം കണ്ടു കേട്ടോ. ആ മരത്തിന് ഒരു കായുണ്ട്, പിന്നെ അതിൻ്റെ പൂവുണ്ട്. ഇതെന്താ സംഭവം മനസ്സിലായി ഞങ്ങൾക്ക്? ഈ സാധനം കേട്ടോ നമ്മൾ ഗൂഗിളിൽ ചോദിച്ചു നോക്കിയപ്പോൾ കണ്ടു. നമ്മളെ ഉറുമാമ്പഴം കേട്ടോ, നാട്ടിലെ ഉറുമാമ്പഴം. ചിലതിൽ മാതള നാരങ്ങ എന്നൊക്കെ പറയും എറണാകുളം സൈഡിലൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും കേട്ടോ. ചെറിയ പീസാണേ, ഇത് തൊട്ടപ്പോൾ വിവരം അറിയും. അപ്പോൾ നമുക്ക് പോവാം. പാചകം തയ്യാറാക്കുന്ന രീതി: ആദ്യം ചട്ടിയിൽ എണ്ണ ഒഴിക്കുക, അതിനുശേഷം ഉള്ളി ഇടുക, ഉള്ളി കുറച്ചും കൂടി ഇടുക, അതിനുശേഷം ക്യാബേജ് വാരിയിടുക, അതിനുശേഷം കുറച്ചും കൂടി ഇടുക, അതിനുശേഷം അരിഞ്ഞു വെച്ച മുളകിൽ ക്യാപ്സിക്കം മുളക് ഇട്ടു, ക്യാരറ്റ് ഇട്ടു. എന്നിട്ട് ഇന്ത്യൻ്റെ കൂടി ഇളക്കണ മാതിരി ആകെ ഇളക്കി കളിക്കാം. അടുത്തതായിട്ട് നമ്മളെ മുട്ടയിടൽ ചടങ്ങാണ്. ഗായ്സ് നമ്മളിവിടെ എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ടൗണിലാണ് ഉള്ളത് കേട്ടോ. ഈ ടൗണിൽ എത്തിയത് നമ്മൾ ആ പള്ളിക്കലുണ്ടായിരുന്ന കുട്ടികൾ നമ്മളങ്ങോട്ട് ആക്കി തന്നതാണ്. അപ്പോൾ അവർ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് വരണം. നമ്മൾ നടന്നാണ് പോകുന്നത്, വണ്ടി ബൈക്ക് പള്ളിന് മുമ്പിൽ നിർത്തിയിട്ട് നടന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും പ്രശ്നമില്ല, നമ്മൾ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് എന്തുണ്ട്. ഇവിടെ പുട്ടുമുട്ട് ഉണ്ടാക്കില്ല കേട്ടോ, നമുക്ക് വേണ്ടി ഉണ്ടാക്കുകയാണത്. എഗ് റൈസ് എന്നതിന് പറഞ്ഞിട്ടുള്ളത്, എഗ് റൈസ് വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. മസാല ഒക്കെ പുടുത്തുമുട്ട മസാല. അതെ ജങ്ക് ഫുഡിൽ വിടില്ല ഇതൊക്കെ. ഇതൊക്കെ നല്ല ഫുഡാ. മൂക്ക് അടിച്ച് കയറുണ്ടോ മറ്റേ മാഗിൻ്റെ മസാല ഒക്കെ. ടേസ്റ്റ് കൂടെയുള്ള തട്ടിപ്പോലെ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ സെറ്റാക്കി വെച്ച ചോറാണത്, അത് തീക്കാൻ ഇട്ടുക. 2 ആൾക്കുള്ളതായിട്ടോ. വേറെ ആൾക്കാരും ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കണത്. 4 ആൾക്കാർക്കുള്ള കേട്ടോ. നല്ലപോലെ ഇളക്കുക.
ഇത് നമ്മുടെ നാട്ടിൽ ഇതിന് ഫ്രൈഡ് റൈസ് എന്ന് റിലേഷൻ മുട്ട ഇട്ടുകൊണ്ട് എഗ് റൈസ് ആയിട്ട് അതിൻ്റെ പേര്. കന്നഡ ഇടവിലൊക്കെ സംസാരിക്കണേ. നമുക്ക് കന്നഡ തീരെ കൊത്തില്ല കേട്ടോ. കൊത്തില്ല എന്ന് മാത്രം കൊത്തും, വേറെ ഒന്നും കൊത്തില്ല. കുറച്ച് മറ്റേ സോയ ഓയിൽ, സോയൻ്റെ ഇതാണ് കേട്ടോ സോസ്. എന്നിട്ട് പഴയ ചോറ് കൂട്ടും. ഇത് നേരത്തെ ഉണ്ടാക്കിയ ചോറ് കൂട്ടും. ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡാണ് കേട്ടോ. ഒരു പാത്രത്തിലാക്കി നമുക്ക് പാത്രം എടുത്തു. ഗൈസ് നമ്മളിപ്പോൾ ഈ കാണുന്ന ജംഗ്ഷനിലുള്ള കേട്ടോ. ജംഗ്ഷനിൽ വലിയ വലിയ ലോഡ്ജൊക്കെ ഉണ്ട്. അവിടെ ഇല്ലാത്ത തിരക്കാണ് ഇവിടെ ഈ സ്ഥലത്ത് കേട്ടോ. ഇവിടെ പല ജാതി, നമ്മളെ നാട്ടിലൊക്കെ വൈകുന്നേരം ചായയും കടിയും പരിപാടിക്ക് പകരം ഇവിടെ ചിക്കൻ്റെ പീസും ബീഫിൻ്റെ പീസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ പുടുത്തം പുട്ട തിരുരസം ഉണ്ടോ? टेस्ट उണ്ടോ? मेरा नाम है तौहीद, इसका नाम है सुफियान, इसका नाम है नूरू. हाँ, ये घर जगह का नाम बोलिए, पूरा बताओ. ये जगह का नाम है किरंगूर. ये पर है मस्जिद. ये पर दिख रहा है ना, ये सबसे बड़ा व्हीलर है. लगा व्हीलर. गाइस हेलो, चैनल सब्सक्राइब करो, शेयर करो, लाइक करो. ओके, टाटा बोलो. टाटा. गाइस यूट्यूबर. हेलो गाइस, ये है कर्नाटका हमारा व्हीलर. ये है हमारा व्हीलर. ये है व्हीलर, हंडन व्हीलर. ഗൈസ് നമ്മളോട് ചാനലിൻ്റെ പേര് എഴുതി തരാൻ വേണ്ടിയിട്ട് പിള്ളേരും നിറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇവർക്കൊന്നും ഫോണിപ്പോൾ കയ്യിലില്ല. അപ്പോൾ തൽക്കാലം ഒരു പരിയെത്തിയിട്ട് വാപ്പാൻ്റെ ഫോണിൽ നിന്ന് എഴുതാന്ന് അടുക്ക നോക്കാമെന്നാണ് പറയുന്നത്. ഇതിലൊക്കെ വീഡിയോ ഉണ്ടായതുകൊണ്ട് നാളെ വീഡിയോ വരുമല്ലോ എന്നുള്ളൊരു കമ്പത്തിലാണ് കേട്ടോ. അഡ്വെഞ്ചറർ സ്മൈൽ പ്ലീസ്.